നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കേരളം അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പറയുവാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതല്ലെങ്കിൽ ഈ നാടിന്റെ ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനടിയിൽ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി, ബഹുമാനപ്പെട്ട ജയിൽ മന്ത്രി എന്നിവരുടെയും മനുഷ്യാവകാശ സംരക്ഷകരുടെയും ശ്രദ്ധയിൽപ്പെടുന്നതുവരെ ഇത് എല്ലാവരും ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ ജയിലിൽ കിടക്കാൻ വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലെ കുറ്റവാളികൾ കേരളത്തിൽ വന്ന് വീണ്ടും വീണ്ടും കുറ്റകൃത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഉണ്ട് എങ്കിൽ എന്താണ് അതിന് കാരണം? കേരളത്തിലെ ജയിലിൽ കിടക്കുന്ന ഒരു സ്കിൽഡ് വർക്കർക്ക് കിട്ടുന്ന വേതനം തന്നെ. കേരളത്തിലെ ജയിലിൽ കിടക്കുന്ന ഒരു സ്കിൽഡ് വർക്കർക്ക് ഒരു ദിവസം കിട്ടുന്ന വേതനം 620 രൂപയാണ്. അതുപോലെ തന്നെ സെമി സ്കിൽഡ് വർക്കർക്ക് ഒരു ദിവസം കിട്ടുന്ന വേതനം 560 രൂപയാണ്. അതുപോലെ തന്നെ അൺസ്കിൽഡ് വർക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്ത ഒരു തടവുകാരന് അവൻ ജോലി ചെയ്യുന്നതിന് ലഭിക്കുന്ന പ്രതിദിന വേതനം എന്ന് പറയുന്നത് 530 രൂപയോളമാണ്. കേരളത്തിൽ ഇത്രയുമാണെങ്കിൽ ഇന്ത്യയിൽ കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. അവിടെ കിട്ടുന്ന വേതനമാകട്ടെ 375 രൂപ മാത്രം. ഡൽഹിയിലാണെങ്കിൽ അത് 308 രൂപയാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ കർണാടകത്തില് യഥാക്രമം 250, തമിഴ്നാട്ടില് 200, ബീഹാറില് 194, ഉത്തർപ്രദേശില് 81, ഗോവ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ അത് 70 വച്ചുമാണ്. ഇനി ഞാൻ ഈ കാര്യം നിങ്ങളുടെ അടുത്ത് അവതരിപ്പിക്കുകയാണ്. ഇതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. സമൂഹത്തിന്റെ ഉന്നമനത്തിനും കുട്ടികളുടെ ഉന്നമനത്തിനും മറ്റുള്ളവരുടെ എല്ലാ കാര്യത്തിനും വേണ്ടി അഹോരാത്രം ജോലി ചെയ്യുന്ന അംഗൻവാടി ടീച്ചർമാർ, ഹെൽപ്പർമാർ, ആശാ വർക്കേഴ്സ്, നഴ്സുമാർ, പ്രൈവറ്റ് സ്കൂൾ ടീച്ചേഴ്സ്, മറ്റ് നിരവധി ജോലിക്കാർ എന്നിവർക്ക് ഒരു ദിവസം കിട്ടുന്ന പ്രതിദിന വേതനം എന്ന് പറയുന്നത് 400 രൂപയോ അതിൽ താഴെയോ മാത്രമാണ്. അതേസമയം അന്യരുടെ വ്യക്തിത്വത്തെയും അവരുടെ പൗരാവകാശങ്ങളെയും ലംഘിക്കുകയും അവരുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുകയും ദേശ താൽപര്യങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ഇതിൽ കൂടുതൽ ശമ്പളം കിട്ടുന്നത് ന്യായമാണോ എന്ന് ഇനി നാം ഒന്ന് ചിന്തിക്കണം. ഇനി അങ്ങനെ കൊടുക്കണമെന്ന് നിയമമുണ്ട് എങ്കിൽ അവരുടെ വേതനത്തിൽ നിന്നും വിക്ടിം കോമ്പൻസേഷൻ ആയി പിടിക്കുന്ന ഫണ്ടിന്റെ അനുപാതം വേതനത്തിന്റെ 60% എങ്കിലും ഉയർത്തണമെന്നുള്ളതാണ് ഇന്നത്തെ കേരളീയ ജനതയുടെ, അതായത് സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ജനത്തിന്റെ ആവശ്യം. അന്തസ്സോടെയുള്ള ജീവിതവും മനുഷ്യാവകാശങ്ങളും തടവുകാർക്കും മാന്യമായ ജോലി നൽകുക എന്നതും അവരുടെ അന്തസ് നിലനിർത്തുന്നതിനും ജയിൽ ജീവിതത്തെ കൂടുതൽ മനുഷ്യത്വപരമാക്കുന്ന ഒരു ഘടകമാണ് എന്നിരിക്കെ വീണ്ടും വീണ്ടും കുറ്റകൃത്യം ചെയ്യുന്നവരെ അവരുടെ വേതനം കുറയ്ക്കുകയും ഇതര സംസ്ഥാന ജയിലുകളിലേക്ക് ഏകാന്തവാസത്തിന് വിടുകയും ചെയ്താൽ അവരിൽ കുറ്റകൃത്യം ചെയ്യുന്നതിനുള്ള പ്രവണത താനെ കുറഞ്ഞു വരുന്നതാണ്. ജയിൽ അന്തേവാസികൾക്ക് നൽകുന്ന ഈ വേതനം തൊഴിൽ നിയമങ്ങളിലെ മിനിമം വേജ് ആക്ട് പ്രകാരം
മാനദണ്ഡങ്ങൾക്കനുസൃതമായിരിക്കണം എന്ന തത്വത്തിലാണ് സർക്കാർ ഈ വേതന പരിഷ്കരണം നടപ്പാക്കുന്നത്. എന്നാൽ അവർക്കും ഭരണഘടന അനുശാസിക്കുന്ന മിനിമം വേതനം ലഭിക്കുവാൻ അവകാശമുണ്ട് എന്നതാണ് നിയമപരമായ വിഷയം. അതേസമയം മറ്റ് താഴ്ന്ന വരുമാനമുള്ള ജോലിക്കാർ, ഉദാഹരണത്തിന് ആശാവർക്കർമാർ, സ്വകാര്യ സ്കൂൾ അധ്യാപകർ, നേഴ്സുമാർ, താഴ്ന്ന വേതനമുള്ള ജോലിക്കാർ എന്നിവർ വർഷങ്ങളായി തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യുന്നത് നമ്മുടെ സാമൂഹിക സേവന മേഖലയിലെ ഒരു വലിയ പോരായ്മയാണ്. തടവുകാർക്ക് സേവന മേഖലയിൽ ജോലി ചെയ്യുന്നവരെക്കാൾ കൂടുതൽ വേതനം ലഭിക്കുക എന്നുള്ളത് കേരളത്തിന് തന്നെ, നമ്മുടെ സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനകരമാണ്. അംഗൻവാടി പ്രവർത്തകരും ആശാവർക്കർമാരും സമൂഹത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനും ആരോഗ്യ സംരക്ഷണത്തിലും വഹിക്കുന്ന പങ്ക് വളരെ പ്രശംസനീയമാണ്. എന്നിരുന്നാലും ഇവരെ പലപ്പോഴും വോളണ്ടിയർമാർ അല്ലെങ്കിൽ പാർട്ട് ടൈം ജീവനക്കാർ എന്ന ലേബലിൽ ഒതുക്കി നിർത്തുന്നതാണ് ശരിയായ വേതനം ലഭിക്കാത്തതിനുള്ള പ്രധാന കാരണം. ഇത് അവരുടെ തൊഴിലവകാശങ്ങളെയും സാമൂഹിക സുരക്ഷയെയും സാരമായി ബാധിക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, വിദേശ രാജ്യങ്ങളിൽ എവിടെ ചെന്നാലും ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ആൾക്കാരാണ് അംഗനവാടി ടീച്ചേഴ്സ്, പ്രൈവറ്റ് സ്കൂൾ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ നേഴ്സുമാര്. ഇവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്നത്. എന്നിരിക്കെ നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ ഇവരെയൊക്കെ ഒരു ഒഴിവാക്കപ്പെട്ട സമൂഹമായി, അതല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ജീവനക്കാരായി മാത്രം കണ്ട് തടവറയിൽ ജീവിക്കുന്ന തടവുകാരേക്കാൾ കുറച്ച ശമ്പളം കൊടുക്കുന്നത് തീർത്തും അന്യായമാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ജയിൽ അന്തേവാസികൾക്ക് ലഭിക്കുന്ന വേതനം നിയമപരമായ അനിവാര്യതയാണെന്ന് പറയുമ്പോഴും സമൂഹത്തിന് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്നവർക്ക് അതിലും കുറഞ്ഞ തുക ലഭിക്കുന്നു എന്നത് തീർച്ചയായും അനീതി തന്നെയാണ്. ഒരു വശത്ത് കുറ്റവാളികളുടെ പുനരധിവാസം നടത്തുമ്പോൾ മറുവശത്ത് സമൂഹത്തിന്റെ അടിത്തറ പണിയുന്നവരുടെ വേതന ഘടന അവഗണിക്കപ്പെടുന്നത് ഒട്ടും ന്യായമല്ല. ഇതിന് എന്താണ് ഒരു പരിഹാരം? തൊഴിൽ വർഗീകരണം. അംഗൻവാടി ആശാവർക്കർമാരുടെ ജോലിയെ സേവനം എന്നതിൽ ഉപരി ഒരു തൊഴിലായി അംഗീകരിക്കുകയും അതിനുള്ള ശമ്പള ഘടന നിശ്ചയിക്കുകയും ചെയ്യണം. സ്വകാര്യ മേഖലയിലെ അധ്യാപകർ, നേഴ്സുമാർ, മറ്റ് താഴ്ന്ന വേതനം ലഭിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്ക് മിനിമം വേതനം ഉറപ്പാക്കാൻ സർക്കാർ തലത്തിൽ കർശനമായ നിയമങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ ജനങ്ങളും സംഘടനകളും ശബ്ദമുയർത്തേണ്ടതുണ്ട്. ജയിൽ പരിഷ്കരണം പോലെ തന്നെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരുടെ വേതന വർധനവും സർക്കാർ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമാണ്. ചുരുക്കത്തിൽ ജയിൽ അന്തേവാസികൾക്ക് മാന്യമായ വേതനം ലഭിക്കുന്നത് നിയമപരമായ തെറ്റല്ല. എന്നാൽ സമൂഹത്തിന്റെയും കുട്ടികളുടെയും മറ്റെല്ലാവരുടെയും ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഈ അസംഘടിതരായ വോളണ്ടിയർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുകയും അവർക്ക് ന്യായമായ വേതനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് ഈ ഗവൺമെന്റിന്റെയും സാംസ്കാരിക കേരളത്തിൽ വസിക്കുന്ന ജനങ്ങൾ എന്ന് അഭിമാനിക്കുന്ന നമ്മുടെയും കൂടി ഉത്തരവാദിത്തമാണ് എന്ന് എല്ലാവരെയും ഓർപ്പിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുവാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.